ഹലോ, ഏവർക്കും സ്മാർട്ട് പി എസ് ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ വർഷം നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ ചോദ്യം ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതെടുത്തായിരുന്നു? പൗരത്വ ഭേദഗതി നിയമം നമ്മൾ എടുത്തായിരുന്നു. അത് കാണാത്തവർ ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഇട്ടിക്കാം, അത് കണ്ടു നോക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം, അതായത് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങൾ ഈ ചോദ്യം, അതായത് നമ്മൾ ബീറ്റ് പോസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം കണ്ടു കാണും. വനിതാ സംവരണ ബില്ലെന്നല്ലായിരുന്നു ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് ഈ ഒരു പേരാണ് ഉണ്ടായിരുന്നത്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നൊരു പേരായിരുന്നു ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് വനിതാ സംവരണ ബില്ല് അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ നോട്ട് എഴുതി തന്നെ പഠിക്കണം. ആവശ്യമുള്ള പോയിന്റുകൾ നോട്ട് എഴുതി തന്നെ പഠിക്കണം. ഇനി നോട്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് പോവാം. കുറച്ച് വർഷങ്ങളും മാസങ്ങളും ബോഡി കണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചോണം, എൻ്റെ കൂടെ ഞാൻ പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് പഠിച്ചോണം കേട്ടോ. 2023 മെയ് 28, 2023 മെയ് 28 എന്താ സംഭവിച്ചേ? 2023 മെയ് 28 പുതിയ പാർലമെന്റ് മന്ദിരം ആര് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്, അല്ലേ? അപ്പോൾ 2023 മെയ് 28 പുതിയ പാർലമെന്റ് മന്ദിരം ആര് ഉദ്ഘാടനം ചെയ്തു? നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പുതിയ പാർലമെന്റ് മന്ദിരത്തെക്കുറിച്ചുള്ള ക്ലാസ് ഉടനെ ചാനലിൽ വരും കേട്ടോ, നോക്കി പഠിച്ചോണേ. അതും അടുത്ത് 2023 സെപ്റ്റംബർ 18 സെപ്റ്റംബർ 18 എന്താണെന്ന് അറിയാം പിള്ളേരെ? പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം നടന്നു എന്നു കേട്ട് കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ 18 പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം നടന്നത് എപ്പോഴാണ്? 2023 സെപ്റ്റംബർ 18 പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം നടന്നത്. നമ്മൾ ഈ പഴയ പാർലമെന്റ് മന്ദിരത്തിന് ഒരു പുതിയ പേര് കൊടുത്തിട്ടുണ്ട്, അറിയോ? എന്താണെന്നറിയോ? പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേരാണ് സംവിധാൻ സദൻ. എന്താണ് കുട്ടികളെ? സംവിധാൻ സദൻ. ഓക്കെ, അപ്പോൾ സംവിധാൻ സദൻ എന്നാണ് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പുതിയ പേര്. സെറ്റാണ്. അടുത്ത 2023 സെപ്റ്റംബർ 19 സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം. അപ്പോൾ 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനം. ഓക്കെ, അത് മാത്രമല്ല 2023 സെപ്റ്റംബർ 19 തന്നെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബില്ലും എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. ആ ബില്ലാണ് ഏത്? വനിതാ സംവരണ ബില്ല് അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം. ക്ലിയർ ആണല്ലോ? വനിതാ സംവരണ ബില്ല് അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം. അപ്പൊ അത് പഠിച്ചോണം. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ ബില്ല് ഏതാണ്? ഏതാണ് പിള്ളേരെ? അതാണ് വനിതാ സംവരണ ബില്ല് അല്ലെങ്കിൽ നാരി ശക്തി വന്ദൻ അധിനിയം. ആരാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്? ആരാണ് വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത്? പിള്ളേരെ, വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ ആണ് എന്ത് ചെയ്തത്? ഈ ബില്ല് അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ആരാണ് വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത്? അവതരിപ്പിച്ചത് പിള്ളേരെ? കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ ആണ് എന്ത് ചെയ്തത്? വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അവതരിപ്പിച്ച ഡേറ്റ് 2023 സെപ്റ്റംബർ 19. തലേ കയറിയോ? 2023 സെപ്റ്റംബർ 19 നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നപ്പോൾ 2023 സെപ്റ്റംബർ 19. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അടുത്ത് 2023 സെപ്റ്റംബർ 20 ഈ ബിൽ എന്ത് ചെയ്യുന്നറിയാവോ? ഒരു കാര്യം ചെയ്യട്ടെ, ഈ ബിൽ എവിടെയാണ് ആദ്യം അവതരിപ്പിച്ചത്? ലോകസഭയിലാണോ രാജ്യസഭയിലാണോ? പിള്ളേരെ, അർജുൻ റാം മേഘ്വാൾ ഈ ബില്ല് അവതരിപ്പിച്ചത് ലോകസഭയിലാണ്. എവിടെയാണ് അവതരിപ്പിച്ചത്? ലോകസഭയിലാണ് അവതരിപ്പിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ 2023 സെപ്റ്റംബർ 20 ലോകസഭ ഈ ബില്ല് എന്ത് ചെയ്തു? പാസ്സാക്കി. ലോകസഭ എന്ത് ചെയ്തു പിള്ളേരെ? ഈ ബില്ല് പാസ്സാക്കി. ഓക്കെ, എത്ര പേര് അന്ന് പ്രസന്റ് ആയിരുന്നു അറിയോ നിങ്ങൾക്ക്? 456 പേരാണ് പ്രസന്റ് ആയിട്ട് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. 456 പേരാണ് എന്ത് ചെയ്തത്? വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. അതിൽ 454 പേര് എന്ത് ചെയ്യുന്നറിയാവോ? ഈ ബില്ലിനെ അനുകൂലിച്ചു. എന്ത് ചെയ്തു പിള്ളേരെ? അനുകൂലിച്ചു. 2 പേര് മാത്രമാണ് ഈ ബില്ലിനെ പ്രതികൂലിച്ചത്. ഈ 2 പേര് മാത്രമാണ് എന്ത് ചെയ്തത്? ഈ ബില്ലിനെ പ്രതികൂലിച്ചത്. ഓക്കെ, ആരൊക്കെയാണ് 2 പേരെന്ന് നമുക്ക് ചോദിക്കും. ഒരു SSC പരീക്ഷയ്ക്ക് അത് ചോദിച്ചു. ആൾക്കാരുടെ പേര് പഠിച്ചോണേ. പിള്ളേരെ, ആരാണ് ഈ ബില്ലിനെ പ്രതികൂലിച്ചതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി AIMIM. ആ AIMIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ എംപിമാരായ പാർലമെന്റ് അംഗങ്ങളായ 2 പേര്. ഒന്ന് ആസാദുദ്ദീൻ
ഒവൈസി, ആസാദുദ്ദീൻ ഒവൈസി. ഒന്നാരാണ് പിള്ളേരെ? ആസാദുദ്ദീൻ ഒവൈസി. രണ്ടാമത്തെ ആള് ഇംതിയാസ് ജലീൽ. ആരാണ് പിള്ളേരെ? ഇംതിയാസ് ജലീൽ. അപ്പൊ ഈ രണ്ട് പേരാണ് വനിതാ സംവരണ ബില്ലിനെ എന്ത് ചെയ്തത്? പ്രതികൂലിച്ചത്. ഓക്കെ ആണല്ലോ. 456 അംഗങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തു. ലോകസഭയിൽ നിന്ന് 454 പേര് അനുകൂലിച്ചു. 2 പേര് മാത്രമാണ് എന്ത് ചെയ്തത്? പ്രതികൂലിച്ചത്. ആ 2 പേര് ആരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന AIM എന്ന് പറയുന്ന പാർട്ടിയിലെ അംഗങ്ങളായ, അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള ആസാദുദ്ദീൻ ഒവൈസിയും ഇംതിയാസ് ജലീലുമാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന വോട്ടെടുപ്പിൽ പ്രതികൂലമായി വോട്ട് ചെയ്തത്. മനസ്സിലായേ? അങ്ങനെ 2023 സെപ്റ്റംബർ 20 ആര് പാസ്സാക്കി? ലോകസഭ പാസ്സാക്കി. 2023 സെപ്റ്റംബർ 21 മുഴുവൻ അംഗങ്ങളുടെയും സപ്പോർട്ടോടുകൂടി, 2023 സെപ്റ്റംബർ 21 മുഴുവൻ അംഗങ്ങളുടെയും സപ്പോർട്ട് കൂടി രാജ്യസഭയും എന്ത് ചെയ്തു? പാസ്സാക്കി. രാജ്യസഭയും പാസ്സാക്കി. അടുത്ത 2023 സെപ്റ്റംബർ 28, ഇതാണ് പരീക്ഷയിൽ ചോദിച്ചത്. 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ത് ചെയ്തു? ബില്ലിൽ ഒപ്പിട്ടു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബില്ലിൽ ഒപ്പിട്ടു. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ഈ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാൻ എന്തിനെന്ന് കേട്ട് കഴിഞ്ഞാൽ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങളിത് പഠിച്ചിരിക്കണം. എപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ്. നമുക്കിങ്ങോട്ട് നോക്കേ, നമ്മൾ പഠിച്ചു, ബില്ലിൻ്റെ പേര് പഠിച്ചു, നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം. 2023 മെയ് 28 പുതിയ പാർലമെന്റ് മന്ദിരം ആര് ഉദ്ഘാടനം ചെയ്തത്? പുതിയ പാർലമെന്റ് മന്ദിരം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 2023 സെപ്റ്റംബർ 18 പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനം. പഴയ പാർലമെന്റ് മന്ദിരത്തിന് നമ്മളൊരു പുതിയ പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് സംവിധാൻ സദൻ. എന്താണ് കുട്ടികളെ? സംവിധാൻ സദൻ. അടുത്ത 2023 സെപ്റ്റംബർ 19 പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനവും ആദ്യ ബില്ല് അവതരിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആ ബില്ലാണ് നാരി ശക്തി വന്ദന അധിനിയം അല്ലെങ്കിൽ വനിതാ സംവരണ ബില്ല്. 2023 സെപ്റ്റംബർ 20 എന്ത് ചെയ്തു? ഈ ബില്ല് ലോകസഭ പാസ്സാക്കി. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു, ഈ സെപ്റ്റംബർ 19 ബില്ല് അവതരിപ്പിക്കുന്ന ആരാണ്? അർജുൻ റാം മേഘ്വാൾ. നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ ആണ് ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. സെപ്റ്റംബർ 20 ലോകസഭ ബില്ല് പാസ്സാക്കിയാണ്. 456 അംഗങ്ങളാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. അതിൽ 454 അംഗങ്ങൾ എന്ത് ചെയ്തു? വോട്ട് ചെയ്തു. അതായത് അനുകൂലമായി വോട്ട് ചെയ്തു. 2 പേര് എതിരെ വോട്ട് ചെയ്തു. ആ 2 പേര് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി AIM എന്നുള്ള പാർട്ടിയിലെ 2 ലോകസഭാ അംഗങ്ങളായിട്ടുള്ള ആസാദുദ്ദീൻ ഒവൈസിയും ഇംതിയാസ് ജലീലുമാണ്. സെപ്റ്റംബർ 21 ആരാ? രാജ്യസഭ പാസ്സാക്കി. സെപ്റ്റംബർ 28 എന്ത് ചെയ്തു? രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പിടുന്നതോടുകൂടി ഈ ബില്ല് എന്ത് ചെയ്തു? പാസ്സാവുകയാണ്. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിച്ചാലോ? ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്തിനാണ് ഈ ബില്ലെന്നാണ്. എന്തിനാണ് ഈ ബില്ല്? എന്തിനാണ്? വനിതാ സംവരണ ബില്ലാണ് അല്ലേ? വനിതാ സംവരണ ബില്ല് എവിടെയാണ് വനിതകൾക്ക് സംവരണം ലഭിക്കേണ്ടത് ഈ ബില്ല് പ്രകാരം? അറിയോ പിള്ളേരെ? ഈ ബില്ല് പ്രകാരം വനിതകൾക്ക് എവിടെയൊക്കെ സംവരണം ഉണ്ടെന്ന് നോക്കാം പിള്ളേരെ. ബില്ല് പ്രകാരം ലോകസഭയിൽ വനിതകൾക്ക് എത്ര ശതമാനം സംവരണം ലഭിക്കും? 33% സംവരണം ലഭിക്കും. ഓക്കെ, ഈ ബില്ല് പ്രകാരം ലോകസഭയിൽ എത്ര ലഭിക്കും പിള്ളേരെ? 33 ലഭിക്കും. രാജ്യസഭയിൽ ലഭിക്കൂടാ ഈ ബില്ല് പ്രകാരം? രാജ്യസഭയിൽ സംവരണങ്ങളൊന്നും ഇല്ല. രാജ്യസഭയിൽ എന്ത് ചെയ്തില്ല? ലഭിക്കത്തില്ല. സംസ്ഥാന നിയമസഭകളിലും 33% സംവരണം ലഭിക്കും. സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് എന്ത് ലഭിക്കും? 33% സംവരണം ലഭിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ ബില്ല് പ്രകാരം വനിതാ സംവരണം ഉണ്ടോ? ഇല്ല. ഈ ബില്ല് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം പറയുന്നില്ല. അതിനുള്ള റീസൺ ഞാൻ വീഡിയോ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാമേ പിള്ളേരെ. ഓക്കെ, ഡൽഹി നിയമസഭ. അപ്പോൾ ഈ പറഞ്ഞത് പോയിട്ട് പിന്നെ നമുക്ക് അതായത് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉള്ളത് ഡൽഹിയിലും പുതുച്ചേരിയിലുമാണ്. നമുക്കറിയാം കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹിയും പുതുച്ചേരിയും. ആ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹിയിലും പുതുച്ചേരിയിലും എന്തുണ്ട് പിള്ളേരെ? നിയമസഭകളുണ്ട്. ഓക്കെ, ഈ ഡൽഹി നിയമസഭയിൽ 33% ലഭിക്കുന്നുണ്ട്. എന്നാൽ പുതുച്ചേരി നിയമസഭയിൽ ഈ ബില്ല് പ്രകാരം എന്തില്ല? 33% സംവരണം ലഭിക്കുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ബില്ല് പ്രകാരം നാരി ശക്തി വന്ദൻ അധിനിയം പ്രകാരം വനിതകൾക്ക് സംവരണം ലഭിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ശതമാനം സംവരണം ലഭിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ 33% സംവരണമാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി എവിടെയൊക്കെ ലഭിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ലോകസഭയിൽ ലഭിക്കുന്നുണ്ട്, സംസ്ഥാന നിയമസഭകളിൽ ലഭിക്കുന്നുണ്ട്, അതുപോലെ ഡൽഹി നിയമസഭയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് പിള്ളേരെ? ലോകസഭയിൽ ലഭിക്കുന്നുണ്ട്, സംസ്ഥാന നിയമസഭകളിൽ ലഭിക്കുന്നുണ്ട്, ഡൽഹി നിയമസഭയിലും എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. രാജ്യസഭയിലില്ല, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇല്ല. അത് ഈ ബില്ല് പ്രകാരം ഇല്ല. പുതുച്ചേരി നിയമസഭയിലും ഇല്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാം.
നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ വനിതാ സംവരണമൊക്കെ നമുക്ക് ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോകസഭയിലും അതുപോലെ നിയമസഭയിലും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്, നിലവിലുള്ള സാഹചര്യത്തിൽ മാറ്റം വരുത്തുന്നതാണ്. അപ്പോൾ എന്ത് വേണം, ഭരണഘടനാ ഭേദഗതി വേണം അല്ലേ. അപ്പോൾ പഠിച്ചോ പിള്ളേരെ, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് വനിതാ സംവരണ ബില്ലെന്ന് കേട്ട് കഴിഞ്ഞാൽ 128ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. എത്രാമത്തെ ബില്ലാണ് പിള്ളേരെ? 128ാമത്തെ ഭേദഗതി ബില്ലാണ്. 128ാമത്തെ ഭേദഗതി ബില്ലാണ്. എങ്കിൽ എത്രാമത്തെ ഭേദഗതി എന്ന് കേട്ട് കഴിഞ്ഞാൽ 106ാമത്തെ ഭേദഗതി. 128ാമത്തെ ബില്ലായിട്ടാണ് അവതരിപ്പിച്ചത്, മാറിപ്പോവരുത്. 128ാമത്തെ ബില്ലായിട്ട് അവതരിപ്പിച്ചു. എത്രാമത്തെ ഭേദഗതിയായി നിലവിൽ വന്നു? എത്രാമത്തെ ഭേദഗതിയായി നിലവിൽ വന്നു പിള്ളേരെ? 106ാമത്തെ ഭേദഗതിയായി നിലവിൽ വന്നു. ഓക്കെ ആണല്ലോ. 128ാമത്തെ ബില്ല്, 106ാമത്തെ ഭേദഗതി. കയറിയില്ലേ? തലേ കയറിയില്ലേ? കിട്ടിയല്ലോ. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പഠിക്കേണ്ടത്, ഈ ഭേദഗതി പ്രകാരം ഏതെങ്കിലും ആർട്ടിക്കിളിൽ മാറ്റം വരുത്തിയോ, ഏതെങ്കിലും ആർട്ടിക്കിൾസ് പുതുതായി ആഡ് ചെയ്തോ എന്നാണ് പഠിക്കേണ്ടത്. പിള്ളേർ, ഈ ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയ ആർട്ടിക്കിളുണ്ട്. ഈ ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയ ആർട്ടിക്കിളാണ് 239 AA-2BA. 239 AA-2BA. അതായത് 239 AA-2 എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിലേക്ക് BA എന്ന് പറഞ്ഞ ഒരു സബ് ക്ലാസും കൂടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു പിള്ളേരെ. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ? ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ് ഡൽഹിയിൽ 33% സംവരണം ആർക്ക് ലഭിക്കുന്നത്? വനിതകൾക്ക് ലഭിക്കുന്നത്. ഓക്കെ. അപ്പം വനിതകൾക്ക് സംവരണം ലഭിക്കുന്നത്, ഡൽഹി നിയമസഭയിൽ വനിതകൾക്ക് 33% സംവരണം ലഭിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്ന് ചോദിക്കുകയാണെങ്കിൽ 239 AA-2BA. 239 AA-2BA. 106ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മാറ്റം വരുത്തിയ ആർട്ടിക്കിൾ ഏതെന്ന് കേട്ട് കഴിഞ്ഞാലും ഏതാണ്? 239 AA-2 ആണ് കേട്ടോ. മനസ്സിലായ നിങ്ങൾക്ക്? അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്, ഈ ഒരു ഭേദഗതി പ്രകാരം 106ാം ഭേദഗതി പ്രകാരം പുതുതായി കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾസ് ഏതൊക്കെയെന്നാണ്. പുതുതായി കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾസ് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ 330A എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു, 332A എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു, അതുപോലെ 334A എന്ന് പറയുന്ന ആർട്ടിക്കിളും എന്ത് ചെയ്തു പിള്ളേരെ? കൂട്ടിച്ചേർത്തു. അപ്പോൾ ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് കൂട്ടിച്ചേർത്തത്? 330A, 332A, 334A. ഇതാണ് കൂട്ടിച്ചേർത്ത 3 ആർട്ടിക്കിൾസ്. ഇത് പഠിക്കേണ്ടത് എന്താണെന്ന് പിള്ളേരെ, 330A എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറയുന്നത് ലോകസഭയിലെ 33% വനിതാ സംവരണം. അടുത്ത 334A എന്ന് പറയുന്നത് നിയമസഭകളിലെ 33% വനിതാ സംവരണം. ഓക്കെ. 334A എന്ന് പറയുന്നത് എടാ, ഈ നിയമം നമ്മൾ 2023 സെപ്റ്റംബർ 28 ദ്രൗപദി മുർമു ഒപ്പിടുമ്പോൾ പാസ്സായെന്ന് വരെ പഠിച്ചിട്ടുള്ളൂ. ഈ നിയമം നിലവിൽ വന്നെന്ന് പഠിച്ചാൽ ഇല്ല. ഈ നിയമം ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല? നിലവിൽ വന്നിട്ടില്ല. ഈ നിയമം എപ്പോൾ നിലവിൽ വരും, എപ്പോഴാണ് ഈ നിയമം നമ്മുടെ രാജ്യം നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്, 334A പറയുന്നത്. അതായത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ 2024 ഏപ്രിൽ മാസത്തിൽ എന്ത് നടക്കാൻ പോവുകയാണ്? ലോകസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ലോകസഭാ ഇലക്ഷന് ഈ പറയുന്ന വനിതാ സംവരണം ഉണ്ടോ? ഇല്ല. വനിതാ സംവരണം ഇല്ല. പകരം 2029 നടക്കാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്, ഇപ്പോൾ 2024 കഴിഞ്ഞാൽ പിന്നെ 2029 അടുത്ത ഇലക്ഷൻ വരുള്ളൂ. കാരണം എന്താ? 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി അല്ലേ. ഓക്കെ. അപ്പോൾ 5 വർഷം കഴിയുമ്പോഴാണ് അടുത്ത ഇലക്ഷൻ വരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ഈ നിയമം നടപ്പിലാക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്. നിലവിൽ നമ്മുടെ ലോകസഭാ സീറ്റുകളുടെ എണ്ണവും സംസ്ഥാന നിയമസഭാ സീറ്റുകളുടെ എണ്ണവും നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയ്ക്ക് ആനുപാതികമല്ല. നമ്മുടെ ജനസംഖ്യക്ക് വളരെ കൂടി, നമ്മളിപ്പോൾ ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തിരിക്കുന്ന രാജ്യമാണ്. 142 കോടിക്ക് മുകളിലുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ജനസംഖ്യ. അപ്പോൾ ആ ജനസംഖ്യയ്ക്ക് അനുപാതികമായിട്ട് എന്ത് ചെയ്യണം? ഈ ലോകസഭ നിയമസഭാ മണ്ഡലങ്ങളെ പുനഃക്രമീകരിക്കണം. മനസ്സിലായോ? അതായത് ഇതിൻ്റെയൊക്കെ എണ്ണം കൂടും. മനസ്സിലായി? ഇപ്പോൾ തന്നെ നമുക്കറിയാം പുതിയ ലോകസഭാ മണ്ഡലത്തിൽ എത്ര സീറ്റുകളുണ്ട്, എത്ര ഇരിപ്പിടങ്ങളുണ്ടെന്ന്? 888 ഇരിപ്പിടങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഇനിയും എന്ത് ചെയ്യാൻ പോവുകയാണ്? ലോകസഭാ സീറ്റുകളുടെ എണ്ണം കൂടാൻ പോവുകയാണ്. നിലവിൽ 550 ലോകസഭാ സീറ്റല്ലേ ഉള്ളത്, അതിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഈ ലോകസഭാ സീറ്റുകളുടെയും നിയമസഭാ സീറ്റുകളുടെയും, അതായത് നിയമസഭാ മണ്ഡലങ്ങളുടെയും പുനഃക്രമീകരണത്തിന് ശേഷമാകും നിയമം നിലവിൽ വരാൻ പോകുന്നത് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 334A. മനസ്സിലായില്ലേ? അപ്പം 330A എന്താ പറയുന്നത്? ലോകസഭയിലെ 33% സംവരണം. 332A എന്താ പറയുന്നത്?
നിയമസഭകളിലെ 33% സംവരണം. അടുത്ത 334A എന്താ പറയുന്നത്? ഈ നിയമം എപ്പോൾ നിലവിൽ വരുമെന്നാണ് 334A പറയുന്നത്. ലോകസഭാ മണ്ഡലങ്ങളുടെയും നിയമസഭാ മണ്ഡലങ്ങളുടെയും പുനഃക്രമീകരണത്തിന് ശേഷമാകും ഈ നിയമം എന്ത് ചെയ്യാൻ പോകുന്ന പിള്ളേരെ നിലവിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ഇനി ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാവേ. അതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 330 മുതൽ 342 വരെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 330 മുതൽ 342 വരെ എന്താണ് പറയുന്നത്? കാരണം ഈ പറയുന്ന ഇതിനുള്ളിലല്ലേ പുതിയ ആർട്ടിക്കിൾസ് ചേർത്തിരിക്കുന്നത്. അതായത് 330-നും 342-നും ഇടയിലല്ലേ ഈ ആർട്ടിക്കിൾസ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, 330 മുതൽ 342 വരെ എന്ത് പറയുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ, 330 മുതൽ 332 വരെ എന്ത് പറയുന്നു കേട്ട് കഴിഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നു. മനസ്സിലായോ? 330 മുതൽ 342 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? പട്ടികജാതി പട്ടിക വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നു. അതിൽ 330 പറയുന്നത് ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണമാണ്. ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണമാണ്. എന്നാൽ 332 പറയുന്നത് സംസ്ഥാന നിയമസഭകളിലെ എന്താണ്? പട്ടികജാതി പട്ടികവർഗ സംവരണമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോണേ, 330 ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണം, 330A എന്ന് പറഞ്ഞാൽ ലോകസഭയിലെ 33% വനിതാ സംവരണം. മാറിപ്പോവരുത്. ഓക്കെ, അടുത്ത 332 എന്ന് പറഞ്ഞാൽ നിയമസഭകളിലെ പട്ടികജാതി പട്ടികവർഗ സംവരണം. അതുപോലെ തന്നെ 332A എന്ന് പറഞ്ഞാൽ നിയമസഭകളിലെ 33% വനിതാ സംവരണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. 330 മുതൽ 342 വരെ എന്തിനെക്കുറിച്ച് പറയുന്നു പിള്ളേരെ? എന്തിനെക്കുറിച്ച് പറയുന്നു? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നു. അതിൽ 330 ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണം, 332 നിയമസഭകളിലെ പട്ടികജാതി പട്ടികവർഗ സംവരണം പറയുന്നു. ഓക്കെ, എങ്കിൽ പറഞ്ഞ 338 എന്താ? 338 എന്താ അറിയോ? 338 പട്ടികജാതി കമ്മീഷൻ. 338A എന്താ? 338A ആണ് പട്ടികവർഗ കമ്മീഷൻ. ഓക്കെ, എങ്കിൽ പറയാം 338B എന്താ? 338B ആണ് OBC കമ്മീഷൻ. എന്താണ്? OBC കമ്മീഷൻ, അതായത് പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അപ്പോൾ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. 338 എന്താണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ. 338A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ. 338B എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് കാസ്റ്റേഴ്സ്, അതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. ഓക്കെ, OBC കമ്മീഷൻ. ഓക്കെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ അത് ഓർത്തോണം. 330 മുതൽ 342 വരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നു. 330 ലോകസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണം, 332 നിയമസഭകളിലെ പട്ടികജാതി പട്ടികവർഗ സംവരണം. അതുപോലെ 338 എന്ന് പറഞ്ഞാൽ SC കമ്മീഷൻ, 338A എന്ന് പറഞ്ഞാൽ ST കമ്മീഷൻ, 338B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OBC കമ്മീഷൻ. ഓക്കെ, ഇത്രയും സെറ്റാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് വന്നു കാണും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം ഇല്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ ബില്ല് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം പറയുന്നില്ലെന്നാണ് പറഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണമുണ്ട്. പിള്ളേരെ 1992 73-74 ഭേദഗതികൾ. 73-74 ഭേദഗതികൾ. എന്താണ് 73-ാം ഭേദഗതി എന്ന് കഴിഞ്ഞാൽ പഞ്ചായത്തി രാജാണ്. 73-ാമത്തെ ഭേദഗതി. എന്താണ് 74-ാം ഭേദഗതി എന്ന് കേട്ട് കഴിഞ്ഞാൽ നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് ആണ് 74-ാം ഭേദഗതി. പിള്ളേരെ ഈ ഭേദഗതികൾ പ്രകാരം ഓൾറെഡി തന്നെ നമ്മുടെ രാജ്യത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്ര ശതമാനം സംവരണമുണ്ട്? വനിതകൾക്ക് 33% സംവരണമുണ്ട്. വനിതകൾക്ക് 33% സംവരണം ഓൾറെഡി നമ്മുടെ രാജ്യത്ത് ഉള്ള കാര്യമാണ്. മനസ്സിലായി? അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബില്ലിലൂടെ അത് കൊണ്ടുവേണ്ട ആവശ്യം ഇല്ല. ഇനി ഈ വനിതാ സംവരണം പറയുന്നത് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. പിള്ളേരെ 243 D3 എന്ന് പറയുന്ന ആർട്ടിക്കിൾ, 243 D3 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളിൽ 33% സംവരണം പറയുന്നത്. 243 D3 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ്. ഇനി 243 T3 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ്. 243 T3 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് മുനിസിപ്പാലിറ്റികളിലെ 33% വനിതാ സംവരണം പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ 243 D3 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളിലെ 33% സംവരണം പറയുന്നത്. അതുപോലെ 243 T3 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് മുനിസിപ്പാലിറ്റി. അപ്പോൾ മുനിസിപ്പാലിറ്റി T എടുത്ത് ഇവിടെ വെച്ചാൽ മതി. 243 T3 മുനിസിപ്പാലിറ്റിയും 243 D3 പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളും.
മനസ്സിലായില്ലേ? അപ്പോൾ ആ സംവരണം പറയുന്നത് എത്ര ശതമാനം സംവരണം? 33% സംവരണം. അതിന് കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 73, 74, 1992 73, 74 ഭേദഗതികൾ. ഓക്കെ, 73 പഞ്ചായത്തി രാജാണ്, 74 നഗരപാലിക നിയമമാണ്. 74. ഓക്കെ, ശരി. അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്രയാണ് വനിതാ സംവരണം? കേരളത്തിൽ മാത്രമല്ല, കേരളം ഉൾപ്പെടെയുള്ള 20ഓളം സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എന്ന് പറഞ്ഞാൽ 50%. എത്രയാണ് പിള്ളേരെ? 50%. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? നമ്മൾ 92-ലെ 73-ാം 74-ാം ഭേദഗതി പ്രകാരം നമ്മൾ സംവരണം 33 എന്നല്ലേ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് കേരളത്തിലൊക്കെ 50% സംവരണം വരുന്നത്? എങ്ങനെയാണ് വരുന്നത്? പിള്ളേരെ അത് മനസ്സിലാക്കിക്കോ. ഈ തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്ന ആ ഒരു വിഷയം ഏത് ലിസ്റ്റിലാണ്? തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ്? പിള്ളേരെ സംസ്ഥാന ലിസ്റ്റിലാണ്. ഏത് ലിസ്റ്റിലാണ്? സംസ്ഥാന ലിസ്റ്റിലാണ്. ഏത്? തദ്ദേശ സ്വയംഭരണം. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കൽ അല്ലെങ്കിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ ആർക്ക് അധികാരമുണ്ട്? സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്, ഇല്ലേ? യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ ആര് നിയമം നിർമ്മിക്കുന്നു? കേന്ദ്ര സർക്കാർ യൂണിയൻ നിർമ്മിക്കുന്നു. സംസ്ഥാന ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ ആര് നിയമം നിർമ്മിക്കുന്നു? സംസ്ഥാനങ്ങൾ നിയമം നിർമ്മിക്കുന്നു. അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ ആരാണ് നിയമം നിർമ്മിക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ നിയമം നിർമ്മിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണം ഏത് ലിസ്റ്റിലാണ് പിള്ളേരെ? അത് ഏത് ലിസ്റ്റിലാണ്? സംസ്ഥാന ലിസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേരളം ഉൾപ്പെടെയുള്ള 20ഓളം സംസ്ഥാനങ്ങളിൽ 50% സംവരണം എവിടെ വന്നിട്ടുള്ളത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ പഠിപ്പിച്ചതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നന്നായി നോട്ട് എഴുതി പഠിക്കുക, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ.